ആഴ്ചകളോളം നീണ്ട പ്രചരണത്തിനും 2 ദിനരാത്രങ്ങൾ നീണ്ട കാത്തിരിപ്പിനും പ്രവചനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് UDF സ്ഥാനാർത്ഥിയുടെ വിജയം അത്യാഹ്ലാദപരമായി UDF പ്രവർത്തകർ ഏറ്റുവാങ്ങി. ഉപതെരഞ്ഞെടുപ്പിലൂടെ 2ാം വട്ടവും പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന കെ ശ്രീനിവാസനെ തോളിലേറ്റിയും ഹാരമണിയിച്ചുമാണ് UDF പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. രാവിലെ 8-ന് കോഴായിലുള്ള ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ 8:30യോടെ മാത്രമാണ് വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിക്കാൻ കഴിഞ്ഞത്. 2 ബൂത്തുകളിലായി പോളിംഗ് നടന്നതിനാൽ 2 പെട്ടികളിലായാണ് പോൾ ചെയ്ത ബാലറ്റുകൾ സൂക്ഷിച്ചിരുന്നത്. ആദ്യ ബൂത്തിലെ ബാലറ്റ് ബോക്സ് തുറക്കുവാൻ നേരിയ തടസ്സം നേരിട്ടതോടെയാണ് 10 മിനിറ്റോളം വോട്ടെണ്ണൽ വൈകിയാൻ ഇടയായത്. 8:30യോടെ വോട്ടെണ്ണൽ ആരംഭിച്ച് 15 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യ ബൂത്തിലെ ഫലം സംബന്ധിച്ച വ്യക്തത അറിയുവാൻ കഴിഞ്ഞത് UDF അണികളിൽ ആവേശം ഇരട്ടിപ്പിച്ചു. ആദ്യ ബൂത്തിൽ 90 വോട്ടിന്റെ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥി കെ ശ്രീനിവാസൻ നേടാനായി എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ വിജയം തങ്ങൾക്കൊപ്പമെന്ന് ഉറപ്പിക്കുവാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞു. 2ാമത്തെ ബൂത്തിലെ വോട്ടെണ്ണൽ കൂടി പൂർത്തീകരിക്കുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ഭൂരിപക്ഷം 134ലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതോടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തുന്ന UDF പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ആഹ്ലാദം പങ്കുവച്ചു. ഇതിനിടയിൽ മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. UDF സ്ഥാനാർത്ഥി കെ ശ്രീനിവാസനെ തോളിലേറ്റി UDF പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രമായ കോഴായിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും കുറവലങ്ങാട് പഞ്ചായത്ത് ആസ്ഥാനമായ സെൻട്രൽ ജംഗ്ഷനിലേക്ക് ഉജ്ജ്വലമായ പ്രകടനം നടത്തി. UDF ഘടകകക്ഷി നേതാക്കളുടെ സജീവമായ സാന്നിധ്യം പ്രകടനത്തിൽ ആദ്യം കാണുവാൻ കഴിഞ്ഞു. UDF നേതാക്കളായ TC കുര്യൻ, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും DCC അംഗവുമായ ബേബി തൊണ്ടാങ്കുഴി, പഞ്ചായത്ത് മുൻ അംഗം KC ജോർജ് കുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PN മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുജ കുര്യൻ, ആൻസി മലർതോട്ടം, ഇമ്മാനുവൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ തോമസ്, UDF ഘടകകക്ഷികളുടെയും പോഷക സംഘടനകളുടെ നേതാക്കളായ സച്ചിൻ ജെയിംസ്, റജി പടിഞ്ഞാറേട്ട്, ജോസ് പട്ടർമഠം തുടങ്ങിയവർ നേതൃത്വം നൽകിയാണ് പ്രകടനം ക്രമീകരിച്ചത്. ഒട്ടേറെ അണികളും പ്രകടനത്തിൽ പങ്കെടുത്തു. പൊട്ടിച്ചേ